മഹാരാഷ്ട്രയിലെ പൂനെയിൽ വിസ നിയമങ്ങൾ ലംഘിച്ച് മതപ്രചാരണം നടത്തിയ 3 അമേരിക്കൻ പൗരന്മാരോട് രാജ്യമിടാൻ നിർദ്ദേശം. മെയ് 10-നുള്ളിൽ ഭാരതം വിടണമെന്ന് കാണിച്ച് പോലീസാണ് നോട്ടീസ് നൽകിയത്. ടൂറിസ്റ്റ് വിസയിലെത്തി ക്രിസ്തുമത പ്രചാരണം നടത്തിയെന്നതാണ് കണ്ടെത്തൽ. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, എന്താണ് ഈ പരാതിക്ക് ആധാരമായ ഒരു സന്ദർഭം? രഹി, വിനോദസഞ്ചാരത്തിന് എന്ന പേരിൽ ആ വിസയിൽ, ടൂറിസ്റ്റ് വിസയിലാണ് 3 അമേരിക്കൻ പൗരന്മാർ ഇന്ത്യയിലെത്തിയത്. 51, 55, അതേപോലെ തന്നെ 66 വയസ്സുള്ളവർ 3 പേരാണ് ഇനി ഈ ഭാരതത്തിലെത്തിയത്. ഇവർ ഈ മുംബൈയിലെ പലയിടങ്ങളിലും ഇത്തരത്തിൽ മതപ്രചരണം നടത്തുന്നു. ഇതുമായി ബന്ധപ്പെട്ട ലഘുലേഖകൾ വിതരണം ചെയ്യുന്നു എന്നുള്ള ചില പരാതികൾ ഉയർന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇവർ ഒരു ടാക്സി ഡ്രൈവർക്ക് ലഘുലേഖ നൽകുവാൻ ശ്രമിച്ചിരുന്നു. ഇയാളിത് പോലീസിനെ അറിയിക്കുകയും പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇവരുടെ ഇംഗ്ലീഷ്, അതേപോലെ തന്നെ ഹിന്ദി, മറാഠി ഭാഷകളിലുള്ള മതപ്രചരണം നടത്തുന്ന ലഘുലേഖകൾ ഇവരുടെ പക്കലുണ്ടായിരുന്നു. അതേപോലെ തന്നെ മതം മാറ്റത്തിന് പ്രചരിക്കുന്ന തരത്തിലുള്ള മറ്റ് ലഘു വിശദീകരണങ്ങളും മറ്റും ഇവരിൽ നിന്നും കണ്ടെടുത്തുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ വിനോദസഞ്ചാരികളായിട്ടല്ല രാജ്യത്തേക്ക് വന്നത്, മറിച്ച് മതപ്രചരണത്തിനകത്ത് ആണ് എന്ന് കണ്ടുകൊണ്ടാണ് ഇമിഗ്രേഷൻ നിയമങ്ങളുടെ ലംഘനം ഇതിൽ പ്രത്യക്ഷമായി വ്യക്തമായ സ്ഥിതിക്ക് ഇവരോട് മെയ് 10-നകം തന്നെ തിരിച്ചു മടങ്ങുവാൻ വേണ്ടി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇവർ പോലീസ് നിരീക്ഷണത്തിൽ കൂടിയാണ്. പ്രത്യേകിച്ച് ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരം മതപ്രചരണങ്ങളിൽ ഏർപ്പെടരുത് എന്നുള്ള കൃത്യമായ നിർദ്ദേശം ഇവർക്ക് മുംബൈ പോലീസ് നൽകിയിട്ടുണ്ട്. ഇതിനു പുറമെയാണ് ഇവരെ നിരീക്ഷിക്കുവാൻ വേണ്ടി പ്രത്യേക പോലീസ് സംഘത്തെയും നിയോഗിച്ചിരിക്കുന്നത്. ഏതായാലും മെയ് 10-നകം തന്നെ ഇവരോട് രാജ്യം വിടുവാനാണ് സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ശരി നന്ദൻ, ഏതായാലും ടൂറിസ്റ്റ് വിസയിലെത്തിയ 3 അമേരിക്കൻ പൗരന്മാരോടാണ് ഭാരതം വിടണമെന്ന നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത്. ഇവിടെ ടൂറിസ്റ്റ് വിസയിലെത്തി ക്രിസ്തുമത പ്രചാരണം നടത്തുകയായിരുന്നു അവർ.